മൈ ഡിയർ സ്റ്റുഡൻസ്, അപ്പോൾ റിട്ടയർമെന്റ് എന്നുള്ള ചാപ്റ്ററിൽ നിന്നുള്ള വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു എസ്സി ക്വസ്റ്റ്യൻ ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. നമുക്കറിയാം അതിൽ നിന്ന് വരുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് ലോൺ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുക എന്ന് പറയുന്നത്. ഓക്കെ, സോ നമുക്ക് അതൊന്ന് ജസ്റ്റ് നോക്കാം. എല്ലാ വർഷവും റിപ്പീറ്റഡ് ആയിട്ട് വരുന്ന ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. സോ എന്തായിരുന്നു, ലെമി എന്ന് പറയുന്ന പാർട്ട്ണർ റിട്ടയർഡ് ആയിട്ടുണ്ട് 1 ജാനുവരി 2022. ലെമിക്ക് എമൗണ്ട് ഡ്യൂ ആയിട്ടുള്ള എത്രയാണ്? 60,000 rupees ആണ് ഡ്യൂ ആയിട്ടുള്ളത്. ആൻഡ് അത് അവിടെ എഗ്രിമെന്റ് ചെയ്തിട്ടില്ല എങ്ങനെ പേയ്മെന്റ് ചെയ്യാം എന്നുള്ളതാണ്. 3 ഈക്വൽ ഇയർലി ഇൻസ്റ്റാൾമെന്റ് ആയിട്ട് ഈ 60,000 rupees മാത്രമാണ് കൊടുക്കുന്നത്. അല്ല, വിത്ത് ഇൻട്രസ്റ്റ് അറ്റ് 13% ആണ്. ഔട്ട്സ്റ്റാൻഡിങ് എമൗണ്ട് എത്രയാണ് ബാലൻസ് ആയിട്ട് വരുന്ന എമൗണ്ട്, അതിന് 13% ഇൻട്രസ്റ്റും കൂടെ കാൽക്കുലേറ്റ് ചെയ്തിട്ട് ഈ എമൗണ്ടും കൂടിയിട്ടാണ് 3 ഈക്വൽ ഇയർലി ഇൻസ്റ്റാൾമെന്റ് ആയിട്ട് ലെമിക്ക് പേയ്മെന്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ലെമീസ് ലോൺ അക്കൗണ്ട് നമുക്ക് പ്രിപ്പയർ ചെയ്യണം for 3 years. കാരണം 3 ഈക്വൽ ഇയർലി ഇൻസ്റ്റാൾമെന്റ് ആയിട്ടാണ് പേ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ 3 ഇയേഴ്സിലേക്കുള്ള അക്കൗണ്ട് ആയിരിക്കും നമുക്ക് പ്രിപ്പയർ ചെയ്യാനായിട്ടുള്ളത്. ഓക്കെ, സോ നമുക്ക് ജസ്റ്റ് ലോൺ അക്കൗണ്ട് ഒന്ന് നോക്കാം. ഓക്കെ, സോ ലോൺ അക്കൗണ്ടിൽ നമുക്ക് അറിയേണ്ടത് എന്താണ്, അത് എത്ര എമൗണ്ട് ആയിരിക്കും നമ്മൾ ഈക്വൽ ആയിട്ട് പേ ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ? എത്രയായിരുന്നു? 60,000 rupees ആണ് ഡ്യൂ ആയിട്ടുള്ളത്. 3 ഈക്വൽ ഇയർലി ഇൻസ്റ്റാൾമെന്റ് എന്ന് പറയുമ്പോൾ 60,000 divided by 3 ചെയ്താൽ മതി. അപ്പം നമുക്ക് എന്ത് കിട്ടി? 20,000 കിട്ടി. അപ്പം എല്ലാ വർഷവും 20,000 മാത്രം പേ ചെയ്താൽ മതിയോ? അല്ല, 20,000 പ്ലസ് ഇൻട്രസ്റ്റും കൂടെ പേ ചെയ്യണം. ഓക്കെ, സോ അത് നമുക്ക് ഓക്കെ ആയിട്ടുണ്ട്. ആൻഡ് ഈ 60,000 rupees എവിടെ നിന്ന് കിട്ടുന്ന എമൗണ്ട് ആണ്? ലെമിയുടെ ക്യാപിറ്റൽ അക്കൗണ്ടിൽ നിന്ന് കിട്ടുന്ന എമൗണ്ട് ആണ് അല്ലേ? അതിലെന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഇല്ല, ഒരു ഡൗട്ടും പാടില്ല. കാരണം ഒരു പാർട്ട്ണർക്ക് കൊടുക്കാനുള്ള എമൗണ്ട് എന്ന് പറയുന്നത് നമ്മൾ ഏതിലാണ് കാണിക്കുന്നത്? ആ പാർട്ട്നേഴ്സിന്റെ ക്യാപിറ്റൽ അക്കൗണ്ടിലാണ്. അപ്പൊ 60,000 ലെമിക്ക് ഡ്യൂ ആയിട്ടുണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് എവിടെ നിന്ന് കിട്ടുന്ന എമൗണ്ട് ആണ്? ലെമിയുടെ ക്യാപിറ്റൽ ബാലൻസ് ആണ്. ഓക്കെ, സോ ബൈ ലെമീസ് ക്യാപിറ്റൽ അക്കൗണ്ട് എന്ന് പറഞ്ഞിട്ട് നമ്മൾ എന്ത് കാണിക്കണം? 60,000 rupees കാണിക്കണം. ഓക്കെ അല്ലേ അത്? ആൻഡ് ആ 60,000 rupees നമ്മൾ എന്ത് കാൽക്കുലേറ്റ് ചെയ്യണം? ഇൻട്രസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യണം. ഇത്രയും റുപ്പീസ് ആണ് നമ്മൾ ഇനി കൊടുക്കാനുള്ളത്. അപ്പോൾ ആ 60,000 rupees നമ്മൾ ഇൻട്രസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യണം. അപ്പം നമുക്ക് എത്ര ഇൻട്രസ്റ്റ് കിട്ടി? 7,800 കിട്ടിയിട്ടുണ്ട്. എങ്ങനെയായിരുന്നു കാൽക്കുലേഷൻ വരിക? 60,000 ഇൻറ്റു 13/100. ഓക്കെ അല്ലേ? അപ്പം നമുക്ക് എന്ത് കിട്ടി? 7,800 എന്നുള്ള ഇൻട്രസ്റ്റ് കിട്ടി. ആൻഡ് നമ്മൾ പേയ്മെന്റ് ചെയ്യാണ്. പേയ്മെന്റ് ചെയ്യാന്ന് പറയുമ്പോൾ എന്താണ്? ടു ക്യാഷ് എന്നുള്ളതാണ് വരിക. ഓക്കെ, അല്ലെങ്കിൽ ടു ബാങ്ക് എന്നുള്ളത് വരും. അപ്പം നമുക്ക് എന്താണ് ഇവിടെ ടു ക്യാഷ് എന്ന് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ 27,800 എന്നാണ് കൊടുത്തിട്ടുള്ളത്. എന്തുകൊണ്ടാണ് അവിടെ 27,800 എന്ന് വരാനുള്ള കാരണം? 20,000 നമ്മൾ പറഞ്ഞു അല്ലേ? ഈ 20,000 പിന്നെന്താണ്? അതിലേക്ക് പ്ലസ് ഇൻട്രസ്റ്റ് ആണ്. ഓൾറെഡി നമ്മൾ ഈക്വൽ ഇയർലി ഇൻസ്റ്റാൾമെന്റ് ആയിട്ട് കൊടുക്കേണ്ട എമൗണ്ട് 20,000 ആണ്. അപ്പൊ ഇവിടുത്തെ ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത് 7,800. 20,000 പ്ലസ് 7,800, ദാറ്റ് മീൻസ് 27,800 എന്ന് കിട്ടിയിട്ടുണ്ട്. ഓക്കെ അല്ലേ? അപ്പൊ നമുക്ക് ബാലൻസ്, ആ ഇയർ എൻഡിങ്ങിലുള്ള ബാലൻസ് നമുക്ക് എന്ത് കിട്ടും? ഇപ്പോൾ ഇവിടെ ടോട്ടൽ നമുക്ക് കിട്ടിയിട്ടുള്ളത് 67,800 ആണ് ക്രെഡിറ്റ് ടോട്ടൽ കിട്ടിയിട്ടുള്ളത്. 60,000 പ്ലസ് ആ ഇൻട്രസ്റ്റും കൂടെ ആഡ് ചെയ്യുമ്പോൾ അതിൽ നിന്നും 27,800 മൈനസ് ചെയ്താൽ നമുക്ക് ബാലൻസിങ് ഫിഗർ കിട്ടും അല്ലേ? ഇതാണ് ഇവിടുത്തെ ബാലൻസിങ് ഫിഗർ എന്ന് പറയുന്നത്. ബാലൻസ് ക്യാരി ഡൗൺ 40,000. ഇതായിരിക്കും അടുത്ത വർഷത്തെ ഓപ്പണിംഗ് ബാലൻസ്. അതിലൊന്നും ഡൗട്ടില്ലല്ലോ. അതൊക്കെ നമുക്ക് ക്ലിയർ ആയിട്ട് അറിയുന്ന കാര്യമാണ്. അപ്പോൾ 2023 ഓപ്പണിംഗ് ബാലൻസ് ബൈ ബാലൻസ് ബ്രോ ഡൗൺ എത്രയാണ് ഇപ്പോൾ ഉള്ളത്? 40,000 ആണ് വന്നിട്ടുള്ളത്. ഇനി നമുക്ക് ഇൻട്രസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യണം അല്ലേ? ഈ 40,000 മുതലാണ് നമുക്ക് എന്ത് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്? ഇൻട്രസ്റ്റിനെ കാൽക്കുലേറ്റ് ചെയ്യാനായിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ഇവിടെ ഇൻട്രസ്റ്റ് എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യും? 40,000 ഇൻറ്റു 13/100 എന്ന് കാൽക്കുലേറ്റ് ചെയ്യും. ഓക്കെ അല്ലേ? അപ്പൊ നമുക്ക് കിട്ടിയിട്ടുള്ള എമൗണ്ട് 5,200 ആണ്. അപ്പൊ നമുക്ക് ക്രെഡിറ്റ് ടോട്ടൽ കിട്ടി 40,000 പ്ലസ് 5,200, ദാറ്റ് ഈസ് 45,200 എന്ന് കിട്ടിയിട്ടുണ്ട്. ആൻഡ് ഇനി എന്താണ്? ഇനി ഡെബിറ്റ് സൈഡിൽ നമ്മൾ കാണിക്കാനുള്ളത് പേയ്മെന്റ് ചെയ്യുന്നതാണ് അല്ലേ? ആ വർഷം 2023 ഇനി നമ്മൾ പേ ചെയ്യണം. എത്രയാണ്? 20,000 പ്ലസ് ഇൻട്രസ്റ്റ്. ഇവിടെ 20,000 പ്ലസ് ഇവിടെ ഈ വർഷം ഇൻട്രസ്റ്റ് വന്നിട്ടുള്ളത് 5,200 ആണ് നമുക്കറിയാം. സോ നമുക്ക് എന്ത് വന്നു? 25,200 എമൗണ്ട് നമ്മൾ 2023 നമ്മൾ പേ ചെയ്യണം എന്നുള്ളതാണ്. ഓക്കെ, അപ്പൊ അത് സെറ്റ് അല്ലേ? അപ്പൊ അങ്ങനെ ആ എമൗണ്ട് പേ ചെയ്ത് കഴിഞ്ഞിട്ട് ഇനി പേ ചെയ്യാൻ എത്ര ബാലൻസ് ഉണ്ട് നമുക്കറിയണം അല്ലെ? ബാലൻസിങ് ഫിഗർ കിട്ടണം.
ഓക്കെ, അപ്പോൾ ഈ വർഷം 2023 എത്ര ബാലൻസിങ് ഫിഗർ എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യുക? 45,200 മൈനസ് 25,200 ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എത്ര കിട്ടി? 20,000 എന്ന് കിട്ടിയിട്ടുണ്ട്. അപ്പൊ ഈ 20,000 ആയിരിക്കും 2024 ഓപ്പണിംഗ് ബാലൻസ് എന്ന് പറയുന്നത്. സോ 2024 ഓപ്പണിംഗ് ബാലൻസ് ബൈ ബാലൻസ് ബ്രോട്ട് ഡൗൺ 20,000. ഓക്കെ, 20,000 കിട്ടിയിട്ടുണ്ട്. ഇനി അതിന്ന് നമുക്ക് ഇൻട്രസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യണം. ഓക്കെ, അപ്പോൾ 20,000 പ്ലസ് 20,000 ഇൻറ്റു 13/100. ഓക്കെ അല്ലേ? അപ്പം നമുക്ക് 2,600 റുപ്പീസ് ആണ് നമ്മൾ ഇൻട്രസ്റ്റ് പേ ചെയ്യേണ്ടത്. അപ്പോൾ ആ വർഷം നമ്മൾ പേയ്മെൻറ്റ് ചെയ്യേണ്ടത് എങ്ങനെയായിരിക്കും? 20,000 പ്ലസ് 2,600 ഇൻട്രസ്റ്റ് ആണ്. അപ്പോൾ നമുക്ക് 22,600 എന്ന് കിട്ടിയിട്ടുണ്ട്. ഓക്കെ, നമ്മൾ പേയ്മെൻറ്റ് ചെയ്യാനുള്ളത്. ഇനി ക്രെഡിറ്റ് സൈഡ് ഒന്ന് നോക്കൂ. 22,600 ആണ് ടോട്ടൽ കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ഇവിടെ നമുക്ക് എന്തെങ്കിലും ബാലൻസിങ് ഫിഗർ വരുന്നുണ്ടോ? ബാലൻസ് ക്യാരിഡ് ഓൺ വരുന്നുണ്ടോ? ഇല്ല, വരാൻ പാടില്ല. വന്നിട്ടുണ്ടെങ്കിൽ അവിടെ എന്തോ മിസ്റ്റേക്ക് ഉണ്ടെന്ന് അർത്ഥം. ഓക്കെ, കാരണം നമ്മൾ ക്വസ്റ്റ്യൻ എന്തായിരുന്നു? 3 ഇയറിന്റെ ഉള്ളിൽ നമ്മൾ എല്ലാം സെറ്റിൽ ഡൗൺ ചെയ്തിരിക്കണം. നമ്മളുടെ റിട്ടയറിംഗ് പാർട്ട്ണർ ആയിട്ടുള്ള ലെമിക്ക് പേ ചെയ്യേണ്ട എമൗണ്ട് എത്രയാണോ അത് കംപ്ലീറ്റ്ലി നമ്മൾ പേ ഓഫ് ചെയ്തിരിക്കണം എന്നുള്ളതാണ്. ഓക്കെ, സോ നമുക്ക് അവിടെ പിന്നെ നമുക്ക് ടാലി ആയിട്ട് കിട്ടണം. അവിടെ ഒരു ബാലൻസിങ് ഫിഗറും വരാൻ പാടില്ല. ഓക്കെ, സെറ്റ് അല്ലേ? അപ്പോൾ തീർച്ചയായിട്ടും ഈ റിട്ടയർമെൻറ്റ് എന്നുള്ള ചാപ്റ്ററിൽ നിന്ന് വരുന്ന ഒരു SC ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ലോൺ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുക എന്നുള്ളതാണ്. സോ തീർച്ചയായിട്ടും ഈ ലോൺ അക്കൗണ്ട് തീർച്ചയായിട്ടും വരുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. തീർച്ചയായിട്ടും നന്നായിട്ട് പഠിച്ച് പ്രാക്ടീസ് ചെയ്ത് പോവാം. ഓക്കെ, താങ്ക് യു.